നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഒരു സ്വർണ്ണ കവർച്ച ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഈ സ്വർണമുണ്ടാക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 100-നടുത്ത് പവനോളം സ്വർണവുമായിട്ട് ഒരു സംഘം ജ്വല്ലറിയിലേക്ക് പോകുന്നു. ആ ഒരു പോകുന്ന വഴിയിൽ വെച്ച് ഇത് കവർച്ച ചെയ്യപ്പെടുന്നു. ഇതാണ് ആദ്യം വന്ന വാർത്തകൾ. അപ്പൊ പോലീസും ആരാണിത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പ്രതിയെ കണ്ടുപിടിച്ചു. പക്ഷെ വലിയൊരു ട്വിസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നടന്നിട്ടുള്ള ഒരു കവർച്ച നാടകമാണ് പോലീസ് ഇപ്പോൾ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കേസ്, ആരാണ് ഇതിന് പിന്നിലുള്ളത്, അപ്പോൾ ഏതൊരു സമയത്താണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയിരിക്കുന്നത്, ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അതായത് മഞ്ചേരി കോട്ടപ്പടിയിലെ ക്രൗൺ സ്വർണ്ണ കവർച്ച കേസിലാണ് ഇത്തരത്തിലൊരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. 3 പ്രതികൾ പിടിയിലായി. ആ പിടിയിലായ പ്രതികളിൽ ഒരാൾ തന്നെയാണ് ഈ പരാതിക്കാരനോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പരാതിക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും മഞ്ചേരി പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഈ സ്വർണ്ണ കച്ചവടക്കാരനെ ആക്രമിച്ച് ഏകദേശം 75ഓളം പവൻ സ്വർണ്ണമാണ് കവർന്നത്. ഈ സംഭവത്തില് ഈ പരാതിക്കാരുടെ കൂടി സഹായം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെത്തുകയും ചെയ്തു. അതായത് ഈ ബെൻസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് മഞ്ചേരി ഭാഗത്ത് നിന്ന് ഈ മലപ്പുറത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു ശിവേഷ്, സുകുമാരൻ എന്നിവര്. അതായത് ശിവേഷ് അപ്പൊ ഈ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ആള്. ഇയാളാണ് പ്രതിയുമായിരിക്കും. ഇയാളുടെ കൂടെ സുകുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. ഒരു ബൈക്കിൽ പോകുകയായിരുന്നു. അതെ. അപ്പോ മറ്റൊരു ബൈക്കിലെത്തിയ 2 അംഗ സംഘം ഇവരെ ആക്രമിക്കുന്നു, സ്വർണം തട്ടിയെടുക്കുന്നു. അപ്പോ കാട്ടുങ്ങളിൽ ഇവര് ബൈക്ക് നിർത്തുന്നു. അതിനുശേഷം ഒരാൾ കടയിൽ സാധനം വാങ്ങാൻ കയറിയപ്പോൾ സ്കൂട്ടർ ചവിട്ടി വീഴ്ത്തി സ്കൂട്ടറിന്റെ കൊളുത്തിൽ ബാഗ് തൂക്കിയിട്ട് സ്വർണവുമായി, അതായത് സ്കൂട്ടറിന്റെ സൈഡിൽ എന്തോ കൊളുത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവരെ ചവിട്ടി വീഴ്ത്തിയിട്ട് ഈ 2 അംഗ സംഘം വന്ന് ഈ സ്വർണം എടുത്തോണ്ട്, ഈ സ്വർണം ഇട്ടിരുന്ന ബാഗ് എടുത്തോണ്ട് രക്ഷപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ആ വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവരുടെ നാടകത്തിന്റെ ഭാഗമായിരിക്കാം. കാരണം ഈ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടൊരു ലൊക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് തോന്നുന്നു, അല്ലെ? അതെ ആയിരിക്കാം. കൂടെ ഉണ്ടല്ലോ, പ്രതി കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഈ മലപ്പുറം ഭാഗത്തേക്ക് ഇവര് ബൈക്ക് ഓടിച്ചു പോയി. പിന്നാലെ പരാതിയുമായിട്ട് ഈ 2 പേരിൽ, അതായത് ശിവേഷും സുകുമാരനും, അപ്പൊ ഇവര് പരാതിയുമായിട്ട് എത്തുന്നു. ഒടുവിൽ ശക്തമായ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിന്റെ ഒടുവിൽ ശിവേഷിനും ഇതിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തുന്നു. വളരെ വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. മാത്രമല്ല ഈ ശിവേഷിന്റെ സഹോദരനാണ് ഈ കേസിലെ മറ്റൊരു പ്രതി എന്നതും ശ്രദ്ധേയമായി മാറിയിരിക്കുക. അതായത് സഹോദരനും ഒരു സുഹൃത്തും സഹായത്തിലുണ്ട്. 3 പേരാണ് അറസ്റ്റിലായത്. അതിൽ ഒരാള് പരാതിക്കാരനും ഒരാള് പരാതിക്കാരന്റെ സഹോദരനുമാണ്. അതായത് അപ്പൊ ഇത്രയും കാലം സ്വന്തമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന, അവർക്കൊരു ജോലി കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അവിടെ നിന്ന് തന്നെയാണ് സ്വർണം മോഷ്ടിക്കാം എന്നൊരു പ്ലാൻ. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇത്രയും 100 പവന്റെ അടുത്ത് സ്വർണമുണ്ട്. അപ്പോൾ അത് ഈ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ജ്വല്ലറി ഉടമയൊക്കെ എന്തൊരു വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും അവരെ ആ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടാവുക, അല്ലെ? ശരിക്കും ഈ ജ്വല്ലറിയിൽ വിൽപ്പന നടത്താനുള്ള സ്വർണ്ണമാണ് നഷ്ടമായി പോയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ചേരി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. എന്തായാലും ഈ ശിവേഷിനെയും ബെൻസിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഇനി ഈ കവർച്ചയില് ഇവരും ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ വളരെ വിശ്വസ്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് വിശ്വസ്തയോടെ ഇപ്പോ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇവർ ആക്രമിച്ചിരുന്നെങ്കിലോ കൊലപ്പെടുത്തിയിരുന്നെങ്കിലോ അങ്ങനത്തെ ഒരു അനിശ്ചിത സംഭവങ്ങളിലേക്കൊന്നും പോകാതെ ഒരു മോഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങ് അവസാനിച്ചു. ഇത് മറിച്ചായിരുന്നുവെങ്കിലോ, അല്ലെ, നമ്മൾ കൂടെ നിൽക്കുന്ന, നമ്മൾ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ അയാൾ ഏത് രീതിയിലുള്ള ഒരാളാണ്, അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ അറിയാതെ നമ്മൾ ജോലി കൊടുക്കുമ്പോൾ വിശ്വസ്തനായിട്ട് കൂടെ നിർത്തുമ്പോൾ, പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരികളും, ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായി നമ്മൾ വാർത്തയായ സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം കൊടുത്താൽ നന്നായിരിക്കും. നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ ജീവനും അത് നന്നായിരിക്കും എന്ന് തോന്നി ഈ ഒരു സംഭവം, അല്ലെ? ഇതിലിപ്പോ പ്രധാന പ്രതി, അതായത് ഈ ഈ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ശിവേഷ് എന്ന് പറയുന്നത്. ഈ ശിവേഷിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റുള്ള പല ക്രിമിനൽ കേസുകളിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ശിവേഷ് എന്ന് പറയുന്നത്, അല്ലെ? അതെ. ഇപ്പൊ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ശിവേഷിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട്. മാത്രമല്ല ഇയാളുടെ പദ്ധതി
പദ്ധതിയിലാണ്, ഇയാളാണ് ഇതിന്റെ സൂത്രധാരൻ, ഇയാളുടെ പദ്ധതിയിലാണ് സ്വർണം തട്ടിയെടുത്തത് എന്നാണ്. മാത്രമല്ല ഈ പോക്സോ അടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് ശിവേഷ് എന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് വേറെ പലതും ഗൂഢാലോചന ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെയും കൊലപ്പെടുത്തിക്കൊണ്ടൊക്കെ ഒരുപക്ഷെ ഒരു കവർച്ചയായിരിക്കും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ? അതെ. അപ്പോ 4 ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുകയായിരുന്ന ഈ പവൻ സ്വർണ്ണമാണ് ഇവര് തട്ടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിലാണ് ഇവരിത് സമ്മതിച്ചത്. ഈ ഒരു സംഭവം വന്നപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയാണ്, പിസ സിനിമ അല്ലെ? ആ സിനിമയിൽ ഏതാണ്ട് ഇതുപോലെയാണ് ഒരു സംഭവം. അതിന്റെ ഒരു പ്ലോട്ട് ഒക്കെ ഇങ്ങനെയാണ്, ലൈക്ക് മുതലാളിന്റെ സ്വർണം അല്ലെങ്കിൽ വജ്രം കടത്തുന്നത്, അതും തൊഴിലാളി കടത്തുന്നത്, തൊഴിലാളി തന്നെ ഗൂഢാലോചന ചെയ്ത് കടത്തുന്നത്, അത്തരത്തിലൊരു സിനിമയൊക്കെ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം. പിന്നെ ഇന്ന് ഭയങ്കര വിലയാണ് സ്വർണ്ണത്തിന്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു സ്വർണം ഏകദേശം എത്ര രൂപയ്ക്കുള്ളത് വരും? ഏകദേശം ഒരു 1 കോടിയോളം വില വരുന്ന സ്വർണമാണ് ഇപ്പൊ കവർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ അത്രയും വിലപിടിപ്പുള്ള സ്വർണവും കൊണ്ട് ഒരു വ്യക്തിയായിട്ട് എന്തായാലും ഒരു ജ്വല്ലറി ഉടമയാണ് അല്ലെ? അപ്പൊ ആള് അത്രയും വിശ്വസ്തതയുള്ള ഒരാളെയും കൊണ്ടേ നടക്കുള്ളൂ. ഇത്രയും കാലം മനുഷ്യനെ അല്ലെങ്കിൽ ശിവേഷ് എന്ന് പറയുന്ന വ്യക്തി ആ ജ്വല്ലറി ഉടമ വിശ്വസിച്ച് കൊണ്ട് നടന്നു. ആ വ്യക്തിയാണ് ഇപ്പൊ കൂടെ നിന്ന് പണി കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത്രയും 1 കോടിയോളം രൂപ വരുന്ന സ്വർണം എന്തായാലും ഒരു ബിസ്ക്കറ്റ് കൊണ്ടുപോകണ ലാഘവത്തോടെ ഒരിക്കലും കൊണ്ടുപോകും, അല്ലെങ്കിൽ അത്രയും വിശ്വസ്തനായ ഒരാളെ കൂടെ നിർത്തുകയുള്ളൂ. അപ്പൊ ആ പുള്ളീന്റെ ഒരു വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വാസം ഇതൊക്കെ തകർന്നു പോയിരിക്കുകയാണ്. അപ്പൊ ആരെ വിശ്വസിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെ? പ്രത്യേകിച്ച് ബിസിനസ്സുകാരും അവരൊക്കെ വളരെ ആശങ്കയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സംഭവം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശങ്ക ഉളവാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഈ മലപ്പുറത്തെ ജ്വല്ലറിയിൽ നിന്ന് മറ്റു ജ്വല്ലറികളിൽ വിൽപ്പന നടത്താനുള്ള സ്വർണമായിരുന്നു ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത്. ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു ജ്വല്ലറി ഉടമ അവര് വളരെ വിശ്വാസം, എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരുപക്ഷെ ശിവേഷ് എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇനി അതൊക്കെ കൂടുതൽ വരും മണിക്കൂറിലൊക്കെ ഡീറ്റെയിൽസ് വരും. എന്നിരുന്നാലും ഒരുപാട് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ജ്വല്ലറി ഉടമ ഇത്രയും സ്വർണം അവിടെ നിന്ന് ഈ ഒരു ശിവേഷിനെ ഏൽപ്പിച്ചത്. അവിടെ ഒരു വിശ്വാസ വഞ്ചന കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊരു പാഠം കൂടിയാണ്. കാരണം നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇതൊരു പാഠമാണ്, എല്ലാ വ്യവസായികൾക്കുള്ള ഒരു പാഠമാണ്. കാരണം ക്രിമിനലിനെ സ്വർണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതലാളി എന്നൊരു ടാഗ് ലൈൻ, അതായത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ കൂടെ നിൽക്കുന്നത് ഒരു ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഈ വ്യവസായികൾക്ക് വേണം. ഈ വ്യവസായം ചെയ്യുന്നവര് പ്രത്യേകിച്ചും ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കാം എന്ന് പറയും. പക്ഷെ വ്യവസായികൾ ഉറപ്പായിട്ടും ചൂഴ്ന്നു നോക്കി തന്നെ കൂടെ ആളെ വിശ്വസ്തരായുള്ളവരെ തന്നെ നിർത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവന് വരെ ആപത്താകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പിന്നെ കേസ് ഉള്ളവരെയൊക്കെ ആരെങ്കിലും ജോലിക്ക് വെക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് ഓരോരുത്തരെ എടുക്കുമ്പോൾ അവരെ പശ്ചാത്തലവും കൂടി നോക്കിയിട്ട് ജോലിക്ക് എടുത്ത ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പണിക്ക് ആളെയൊക്കെ വെക്കുമ്പോൾ ശരിക്കും നമ്മള് ആളെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പണിക്ക് ആളെ വെക്കാൻ ശ്രമിക്കുക അല്ലെ? അതെ. പിന്നെ എനിക്കിപ്പോ ഇവിടെ ഒരു സംഭവം വന്നപ്പോ ഓർമ്മ വന്നത്, അന്ന് നമ്മള് ചാലക്കുടിയിലെ കോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയില്ല, റിജോ തോംസൺ എന്ന് പറയുന്നത്. ആളൊറ്റയ്ക്കായിരുന്നു. കാരണം ഇവിടെ പറയാൻ കാരണം ഇവിടെയും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ പിടികൂടാൻ പോലീസിനെ കൊണ്ട് സാധിച്ചു. കാരണം അന്ന് ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഒറ്റയ്ക്കാണ് ചെയ്തല്ലേ. അന്ന് റിജോ തോംസൺ എന്ന് പറയുന്നത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട് വരുന്നു, ബാങ്കിൽ വരുന്നു, കത്തി കാണിച്ചിട്ട് ബാങ്ക് മാനേജറെ പൂട്ടിയിടുന്നു. ഒരുപാട് പൈസ അവിടെ ഉണ്ടായിട്ടും 15 ലക്ഷം മാത്രം എടുത്ത് വീട്ടിലോട്ട് വന്നു. സാധാരണക്കാരനെ പോലെ ആൾക്കാരെ പോലെ തന്നെ നാട്ടിൽ അതിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കുമ്പോഴൊക്കെ പുള്ളിയും അഭിപ്രായം പറഞ്ഞു. അപ്പോഴൊക്കെ പോലീസ് അന്വേഷിക്കുകയായിരുന്നു ഈ പ്രതി എവിടെ. കാരണം ഒരു തെളിവും ബാക്കിയില്ല. കാരണം ഗ്ലൗസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വഴികളും അടച്ചിട്ടാണ് അന്ന് റിജോ ഈ ഒരു ക്രൈം നടത്തിയത്. എന്നിട്ടും പോലീസിന് അവിടേക്കായിട്ട് എത്താനായിട്ട് സാധിച്ചു. അന്ന് റിജോ ഈ പറയുന്ന CCTV ഉള്ള വഴികളിലൂടെ ഒന്നും പോകാതെ നമ്മളന്ന് ഒരുപാട് വാർത്ത നമ്മൾ ചർച്ച ചെയ്താണ്. മാത്രമല്ല ഈ പ്രതിയെ പറ്റി ഇയാള് വാചാലനായി. ആ പ്രതിയെ കുട്ടിക്കാട്ടിൽ ഒളിച്ചിട്ടുണ്ടായിരിക്കും ആത്മവിശ്വാസത്തോടെ. പിന്നെ പ്രതിയെ പിടിച്ചപ്പോ ഇയാളാണ് ഇത് ചെയ്തതെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പോലൊരു വീട്, ഭാര്യ പുറത്ത് ജോലി ചെയ്യാണ്. പുറമെ നിന്നും നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ വരുന്നതിന് മുൻപ് ആ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഇത്തരത്തിലൊരു ക്രൈം, ഒരു മോഷണം നടത്തിയത്. പക്ഷെ ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസ് ആദ്യം കുറച്ചൊന്ന് ചുറ്റിയെങ്കിലും
പ്രതിയിലേക്ക് വേഗം എത്തുകയും ചെയ്തു. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ഇതിലെ ഒരു ശിവേഷിനെ മറ്റേ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ അഫാൻ, നമ്മൾ ഈ വെഞ്ഞാറമൂട്ടത്തെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെയും ഇവന് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് കൊലപാതകത്തിലേക്ക് എത്തിയത് അല്ലെ. യാതൊരു ബന്ധവുമില്ലാത്ത ആ അനിയനെയും അതുപോലെ തന്നെ ഫർസാനെ അടക്കം കൊല്ലുന്ന ഒരു രീതിയിലേക്ക്, ഒരുപക്ഷെ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഇവിടെ എത്തിയേനെ അല്ലെ. ഈ ഒരു സ്വർണം അഫാനെ സംബന്ധിച്ച് അവനാണെങ്കിൽ കടത്തിന്റെ മേലെ നിൽക്കായിരുന്നു, കുടുംബം മൊത്തം കടത്തിന്റെ മുകളിൽ. ഇതിലിപ്പോ ഇവിടെ ഈ ഇത് എന്തിനാണെന്നുള്ള വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. ഈ എന്തിനാണ് മോഷണം നടത്തിയതെന്നുള്ളത് അത് ഇപ്പോ ജസ്റ്റ് ഒന്ന് കുറച്ച് വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പോ തീർച്ചയായിട്ടും സാമ്പത്തികത്തിന്റെ പേരിൽ ഈ സാമ്പത്തികം ഇന്ന് ഒരുപാട് പിരിമുറുക്കമുണ്ട്. ഈ കൊറോണയ്ക്ക് ശേഷമാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് പലരും നേരിടുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ കയ്യിൽ, പ്രത്യേകിച്ച് ഈ ഒരു സാധാരണക്കാരുടെ കയ്യിലൊക്കെ പണം ഇല്ലാതെ വരുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ പണം ഇല്ലാതെ വരുന്നു, പലരും സ്ട്രഗിൾ ചെയ്യാണ്. പക്ഷെ ചിലരെല്ലാം ഈ ഒരു മോശം മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ നോക്കുന്നു. പിടിച്ചുപറി, മോഷണം, കൊലപ്പെടുത്തി, ആഭരണം കൈക്കലാക്കൽ. അങ്ങനെ അഫാൻ തന്നെ ചെയ്തത് മുത്തശ്ശിയെ കൊന്നത് എന്തിനാ? മുത്തശ്ശിയുടെ സ്വർണ്ണം എടുത്ത് പണം നേടാൻ വേണ്ടിയിട്ട്. അപ്പോ ചിലരെല്ലാം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരു പണി കണ്ടെത്തി അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടര് അത് മോശ രീതിയിലൂടെ ആ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാനാണെങ്കിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഷണം, പിടിച്ചുപറി, അങ്ങനെ 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 അങ്ങനെ. അപ്പോ ഈ സമൂഹത്തില് ഈ കുറെ ക്രൈംസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രൈം കൂടുന്നത് ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള ക്രൈം തന്നെയാണ് അല്ലേ? അതെ അതെ. ഈ ഒരു എക്സാമ്പിൾ ഒക്കെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അത് തന്നെ പറയാൻ സാധിക്കും. ഏതായാലും ഇവിടെ ഇപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളൂ. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് വരും. കാരണം നിലവിൽ 4 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇനി ഇവരെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു. കാരണം ഇനി ഇവിടുത്തെ വല്ല നാട് വിടാനായിരുന്നോ, അതോ മറ്റെന്തെങ്കിലും കടങ്ങളും കാര്യങ്ങളും ഉണ്ടോ, എങ്ങനെ പ്ലാൻ ചെയ്തു, അതെ അതെ ആ കാര്യങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളും. അതെ അതെ. ഇതിനു മുൻപ് വല്ല ഇത്തരത്തിലുള്ള പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇത്തരത്തിലുള്ള വല്ല ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലോ, ഇതുപോലെ തന്നെ അന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കേസിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പരാതിക്കാരൻ തന്നെ പ്രതിയായി എന്നതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോ ഇനിയും മറ്റൊരു ട്വിസ്റ്റ് ഈ ഒരു കേസിൽ ഉണ്ടാകുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും ഇതുവരെ ഈ ഒരു കവർച്ച നാടകത്തിൽ ഈ 4 പ്രതികളും അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റും ഇനിയും കൂടുതൽ പ്രതികൾ ഈ ഒരു കേസുമായി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വഴിയെ അറിയാം.